അപ്പൊ ഈ ഉല്ലാസയാത്രയുടെ ചെലവങ്ങ് ഷെയർ ആക്കിയാലോ? ചന്തി ഒന്ന് ഉറച്ചിട്ട് പോരെ. എന്റെ ഉറച്ച് ബാ. ധൃതി വെക്കല്ലേ, വന്നല്ലേ ഉള്ളൂ. ആ വന്നേ ഉള്ളതിലും പോയത് മൊത്തം എന്റെ നല്ലേ. ഓ അന്ന എക്സ്പെൻസ് പറ. അതെ, ബഡ്ജറ്റ് ബാക്കി ഷെയർ ആക്കണം കേട്ടോ. അതൊക്കെ അത്രേ ഉള്ളൂ, നമുക്കും ചെലവുള്ളൂ. അപ്പൊ ഈ ചെറിയ ഗോവൻ ട്രിപ്പിന്റെ മൊത്ത ചെലവ് വന്നേക്കുന്നത് 3,27,300 രൂപ. അതെങ്ങനെ 60,000 രൂപയല്ലേ എന്നാ ബഡ്ജറ്റ്? അത് ഇട്ടത് ഇത് കയ്യിന്ന് പോയത്. എനിക്ക് നല്ല സംശയമുണ്ട് കമ്മീഷൻ അടിക്കാനാണോ. പിന്നെ കമ്മീഷൻ അടിക്കാൻ നിന്നെയൊക്കെ ചോണപ്പരിപാടിയല്ലേ ഞാൻ നടത്തിയത്. 4 ദിവസം നിന്നെയൊക്കെ തീറ്റിപ്പറ്റിയ കാശാണിത്. ഇതിപ്പോ ഒരു പെങ്ങളുണ്ടായിരുന്ന കെട്ടിച്ചുവിടായിരുന്നല്ലോ ഈ പൈസക്ക്. ഞാൻ എന്റെ കുടുക്ക പൊട്ടിച്ചിട്ടാണ് ഈ ട്രിപ്പിന് വന്നത്. എന്നാ ഇനി നിന്റെ അച്ഛന്റെ കുടുക്ക ഒട്ടിക്കും. അങ്ങേരെ അടുത്ത് വെച്ചാൽ അങ്ങേരെ എന്റെ കുടുക്ക അടിച്ച് പൊട്ടിക്കും എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ഞാൻ റോൾ ചെയ്ത കാശാണ്. EMI ഓപ്ഷൻ അവൈലബിൾ ആണോ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ആ ട്രിപ്പിന്റെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞേ. കേട്ടോ, നമ്മൾ ചെന്ന ദിവസം ഞായറാഴ്ച 8 കുപ്പി 6 കുപ്പിയല്ലേ? അയ്യോ 6 അടിച്ചിട്ടൊന്നും ആയില്ലളിയാ. അങ്ങനെ ആയതായത്. അയ്യേ, അങ്ങനെ 4 ദിവസം 32 കുപ്പി. അല്ല, ലിവറും കിഡ്നിയൊക്കെ അവിടെ ഉണ്ടോ നോക്കിയത്. പിന്നെ ഇവൻ വെള്ളം അടിച്ചൊരു കാറ്റാടി സ്കൂട്ടർ എടുത്തോണ്ട് ഹൈവേ കയറി. പെറ്റി 15,000. 5,000 അല്ലേ? 5,000 ആയിരുന്നു. ഗോവ SI നിന്റെ വല്യച്ഛനാന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കഴപ്പ് കാണിച്ചപ്പോ പോയി ഒരു 10,000. മദ്യം വിഷമാണ്. അഴക പബ്ബിൽ കയറിയിട്ട് ഒരു പെണ്ണിന്റെ കവള തുമ്മ കൊടുത്ത് അത് ഒതുക്കാൻ കൊടുത്ത് 30,000 രൂപ. അതെന്റെ പഴയ കാമുകി ജാനകിയുടെ അതേ മുഖച്ചായായിരുന്നു. പാലക്കാടുള്ള ജാനകി എങ്ങനെടാ ഫിലിപ്പീനി ആയത്? അയ്യോ, അത് ഫിലിപ്പീനി ആയിരുന്നു. ഭയങ്കര അഭിനയം. ഇയാള് മസാജിന് വെപ്പം കൊടുത്തല്ലേ? അതൊരു 10,000 രൂപ. അതൊക്കെ വലിയ ചെലവാണോ? കേറുന്നതിന് മുമ്പ് കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് 50,000 രൂപ അവർക്ക് കൊടുത്തേ. അത് നിങ്ങൾ തിരിച്ച് മേടിക്കാനെന്ത്? പിന്നെ ഡൊണേഷൻ ഡെപ്പോസിറ്റ് ഇട്ട് സ്കൂളിലല്ലേ ചേർത്തത്. ആ നിക്കറിട്ട് അവനെ തിരിച്ചിറക്കിയത് തന്നെ വലിയ കാര്യം. ഇതിപ്പോ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയിരുന്നല്ലേ ഈ പൈസക്ക്. അപ്പോഴേ പറഞ്ഞാണ് 10,000 രൂപയ്ക്ക് പട്ടായ പോകുന്നത്. പട്ടാമ്പി പോകാൻ 10,000 രൂപ പോടാ. പട്ടി പട്ടാമ്പി അല്ലടാ പട്ടായ. അതെങ്ങനെ? ആദിത്യ വെള്ളം എന്ന് പറഞ്ഞ ട്രാവൽ ഏജൻസി ഉണ്ട്. അവര് 3 നൈറ്റ് 4 ഡേയ്സ് പട്ടായ പാക്കേജിന് 10,000 രൂപ ചാർജ് ചെയ്യുന്നുള്ളൂ. 10,000 രൂപയ്ക്ക് പട്ടായ മൊത്തം ചുറ്റി കാണിക്കും. അതും വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അല്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണ്ടേ? അത് മാത്രമാണ് അഡീഷണൽ ചാർജ് ആയിട്ട് വരുന്നത്. അതും അവര് കുറഞ്ഞ ഫെയറിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് തരും. ഇതുവരെ ഒരു ട്രാവൽ ഏജൻസി ഓഫർ ചെയ്യാത്ത പാക്കേജാ. അല്ല, അപ്പം പാസ്പോർട്ട് ഒക്കെ വേണ്ടേ? ഇന്റർനാഷണൽ ട്രിപ്പ് പോയപ്പോ എയർപോർട്ടിൽ ആധാറിന്റെ കോപ്പി മതിയെന്നു. അയ്യോ, ഞാൻ ആധാർ പുതുക്കിയില്ല. അപ്പൊ എങ്ങനെ ഈ ട്രിപ്പിന്റെ കാശിങ് കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു. അത് നമ്മൾ പട്ടായ ട്രിപ്പ് കൂടെ കഴിഞ്ഞ് മൊത്തത്തിൽ സെറ്റിൽ ചെയ്യും. പട്ടി, ഇനി നീ ആയിട്ടൊന്നും ഒരു ട്രിപ്പിന് ഞാനില്ല. ഇനി ട്രിപ്പിനെ ഞങ്ങളില്ല.